ഒരു 10 ദിർഹം എടുത്തേ. ഈ ടെറസിൽ കിടക്കാൻ വാച്ച്മാന് ഞാൻ 20 ദിർഹം കൊടുക്കുന്ന താൻ കണ്ടില്ലേ? അതിന്റെ പകുതിയാണ് 10. അയാളോട് സംസാരിക്കുന്നതല്ലാതെ പണം കൊടുക്കുന്നത് ഞാൻ കണ്ടില്ലല്ലോ. എല്ലാരെയും കാണിച്ചുകൊണ്ട് ആരെങ്കിലും കൈക്കൂലി കൊടുക്കൂടോ? 10 ദിർഹം എടുത്തേ. 10 തന്നാ പിന്നെ പച്ചവെള്ളം കുടിക്കാൻ കൂടി പൈസ ഉണ്ടാവില്ല. അതിന് വഴിയുണ്ട്. നാളെ മുതൽ നോമ്പ് തുടങ്ങല്ലേ, പിന്നെ പകലൊന്നും കഴിക്കണ്ടല്ലോ. നോമ്പ് മുസ്ലിംസിനല്ലേ? നോമ്പ് ആരെടുത്താലും പുണ്യം കിട്ടും, അങ്ങനെയാണ് ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടാ. നോമ്പ് തുറക്കുമ്പോ എന്ത് കഴിക്കും? വാകേറിയ ദൈവം അതിനുള്ള വഴിയും കാണിച്ചു തരും. ചില വഴികളൊക്കെ ഞാനും കണ്ടുവച്ചിട്ടുണ്ട്. കുറച്ച് ഉള്ളിയും 2 പച്ചമുളകും ഉണ്ടായിരുന്നെങ്കിൽ ഇത് കഴിക്കാനൊരു സുഖം ഉണ്ടാകുമായിരുന്നു. വിസിറ്റിംഗ് വിസ തീരുന്നതിന് മുമ്പ് ഒരു പണി കിട്ടിയാ മതിയായിരുന്നു. എനിക്കിത് 7ാമത്തെ വിസിറ്റിംഗ് വിസയാ. 6 പ്രാവശ്യം ഞാൻ വിസ ചേഞ്ച് ചെയ്യാൻ ഇറാനിലെ കിഷാലൻഡിൽ പോയിട്ട് വന്ന്, പിന്നെയാണ് ഇത്. ജെയിംസിനെന്താ ഇത്രയും കാലമായിട്ടൊരു പണി കിട്ടാഞ്ഞത്? അതിൽ കാര്യമുണ്ട്. ഇന്റർവ്യൂ ചെയ്യണവന്മാര് എന്റെ മുഖത്തോട്ട് സൂക്ഷിച്ചൊന്ന് നോക്കിയാൽ തന്നെ കൃത്യമായിട്ട് അവന്മാർക്ക് ആളെ പിടികിട്ടും. എന്തരാണെന്ന് അറിഞ്ഞൂടാ. മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും. അതെ, നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോ ബാങ്ക് വിളിക്കും. അപ്പൊ തന്നെ ആ നിരത്തി വെച്ചിരിക്കുന്ന ഭക്ഷണം കണ്ടല്ലോ, അതൊക്കെ ഫ്രീയാ, നമുക്കും കഴിക്കാം. അയ്യോ, അതൊക്കെ മോശമല്ലേ? മോശമാണ്. എന്നാ സാർ ഒരു കാര്യം ചെയ്യും, വല്ല സ്റ്റാർ ഹോട്ടലെങ്ങാനും പോയി കഴിക്കും. കയ്യിലഞ്ച് പൈസയില്ല, വെറുതെ പട്ടിണി ഇടന്ന് ചാകണ്ടെങ്കിൽ വന്ന് കഴിക്കുക. അതെ, ഭക്ഷണത്തിന് അങ്ങനെ ജാതി മതമൊന്നുമില്ല. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നിയാൽ ഇതെടുത്തിങ്ങനെ വച്ചാ മതി. അയ്യോ, എന്റെ അതില്ല. കർച്ചീഫ് ഉണ്ടോ? ഉണ്ട്. എന്നാ അതെടുത്ത് തലയിലിട്ടിട്ടോ. ബാങ്ക് വിളി കേട്ടാൽ ഉടൻ തന്നെ അറ്റാക്ക് തുടങ്ങിക്കൊള്ളണം. ഇത് ഉണ്ടാക്കല്ലേ. ഒരു കൈയോടെ ദൈവം തന്നിരുന്നെങ്കിൽ. പിടി പാറ്റിയിടാൻ. അയ്യോ, അത് ഒന്നും വാരിയിടാൻ. അതും കിടക്കട്ടെ. കവറ് കൊണ്ടുവന്ന് മോശമായാണോ? നാളെ മുതൽ ചാക്ക് എടുക്കൊണ്ടുവരാം.